ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് മിസ് വന്നിട്ടുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ്. നോക്കാം. സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടുന്നു. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ, പരസ്പരം മാറ്റിയാൽ, ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. ആദ്യത്തെ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക നോക്കാം. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ 23 നമ്മുടെ നമ്പർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇതിലെ 2 ഡിജിറ്റ് തമ്മിൽ കൂട്ടുമ്പോൾ, ഇവിടെ നമുക്ക് ഡിജിറ്റ് തമ്മിൽ കൂട്ടിയാൽ 5 ആണ് കിട്ടുക. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യനിലുള്ള 2 ഡിജിറ്റ് ഏതാ നമ്പർ നമുക്കറിയില്ല, അവരെ കൂട്ടുമ്പോൾ 11 കിട്ടണം. അതുപോലെ ഈ നമ്പേഴ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് ചേഞ്ച് ആക്കുമ്പോൾ 32 ആയി. അത് ആദ്യത്തെ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമുക്കറിയില്ല നമ്പർ. അറിയാത്ത നമ്പറിനെ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുള്ളത് എന്താണ്? എക്സ് വൈ എന്നാണ്. പക്ഷേ എക്സ് വൈ എന്ന് എഴുതിയാൽ, എക്സും വൈയും ആണ് നമ്മൾ ഡിജിറ്റ് എന്ന് വിചാരിക്കുക. പക്ഷെ അതിനെ എക്സ് വൈ എന്ന് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ നമ്പർ എഴുതുന്ന പോലെ ഈ അക്ഷരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നോക്കൂ, 23 എന്ന് പറയുന്നത് ഇതിൽ 2ഉം 3ഉം അക്കങ്ങളാണ്. ദെൻ ഇവരുടെ വാല്യൂ എന്താണ്? 10 × 2 ആണ്. 10ൻ്റെ പ്ലേസിലാണ് 2 നിൽക്കുന്നത്. അപ്പോൾ ഇത് 10 × 2ഉം +3, 1ൻ്റെ പ്ലേസിലാണ് 3 നിൽക്കുന്നത്, +3 ആണ്. 10 × 20, 20 + 3 ആണ് 23. അതുപോലെ മറ്റൊരു നമ്പർ നോക്കാം, 15 എങ്ങനെ എഴുതാം? 1ൻ്റെ പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ ലാസ്റ്റ് 5നെ ആഡ് ആക്കുക. 10ൻ്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ 10 × 1, 10 × 1 + 5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എങ്ങനെ കൊടുക്കാം? എക്സ് വൈ എന്നുള്ളൊരു നമ്പർ ആണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? നമുക്ക് 10 × എക്സ്, എക്സ് ആണ് 10ൻ്റെ പ്ലേസിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. 10 × എക്സ് + വൈ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ സംഖ്യ എന്ന് എഴുതാം. ഇനി സെക്കൻഡ് നമ്പറോ? ഇവരെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താവും? നമ്മളെ നമ്പർ YX എന്നാവും. വൈയും എക്സ് ആയിരിക്കും അക്കങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10ൻ്റെ പൊസിഷനിൽ പ്ലേസിൽ 10th പ്ലേസിൽ 10ൻ്റെ സ്ഥാനത്ത് വൈ ആയതുകൊണ്ട് 10 × y + x എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 15നെ 10 × 1 + 5 എന്ന് എഴുതുന്നത് പോലെ അതിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 51 ആണ്. മറ്റേത് 15 ആണ്. ഇൻ്റർചേഞ്ച് ചെയ്തു, 5നെ അങ്ങോട്ടും 1നെ അങ്ങോട്ടും ആയപ്പോൾ 51 ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10 × 5 50 + 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് എഴുതിയത്. ആദ്യത്തെ സംഖ്യയിൽ നിന്ന് 10x + y ആയിരിക്കും. രണ്ടാമത്തത് ഇൻ്റർചേഞ്ച് ചെയ്തു, അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. ആദ്യം നമ്മൾ എക്സ് വൈ ആയിരുന്നു, പിന്നെ YX ആക്കി. അപ്പോൾ 10y + x. ഇനി അതുകൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സം ഓഫ് ദി ഡിജിറ്റ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ. ഈ 2 ഡിജിറ്റും തമ്മിൽ കൂട്ടുമ്പോൾ x + y ചെയ്താൽ 11 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ സെക്കൻഡ് നമ്പർ. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ കൂട്ടി യോജിപ്പിക്കാം. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ. അപ്പോൾ അതിനൊന്നുകൂടെ എഴുതാണ്, 10y + x ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. ആദ്യത്തെ നമ്പർ ഫസ്റ്റ് നമ്പറിനേക്കാൾ 27 കൂടുതലാണെന്ന് പറയുമ്പോൾ 27 + 10xy ആണ് ഫസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും നമ്മൾ എന്താക്കുകയാണ്? നമ്മുടെ ഇക്വേഷൻ 1 ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പറിന് നമ്മൾ അക്കങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഫസ്റ്റ് നമ്പറിനേക്കാൾ 27 കൂടുതലാണെന്ന് കിട്ടി. ഇനി ഇവിടെയുള്ള എക്സ് വൈനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. 10x + y ആണ്, ഇത് ശ്രദ്ധിക്കണേ. ഓക്കെ, 10y + x. ഇനി അതിനിങ്ങോട്ട് വരുമ്പോൾ -10x - y എന്നാവും. ഈസ് ഈക്വൽ 27 എന്ന് കിട്ടും. 10yന്ന് ഒരു y മൈനസ് ചെയ്താൽ 9y, -10xഉം +xഉം ഡിഫറൻറ്റ് സൈൻസിനെ ആഡ് ആക്കാൻ വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. വലുതിൻ്റെ സൈന് മൈനസാണ്. സോ -10x എന്നൊരു x പോകുമ്പോൾ 9x ഈസ് ഈക്വൽ 27. ഇവിടെ 9, ഇവിടെ 9 നമുക്ക് ഇങ്ങോട്ട് പുറത്തെടുക്കാം. 9 = y - x എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ 27. 9 × y - x = 27 എന്ന് വരും. ഇനി ആ 9 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്താവും? ഇവിടെ ഇൻറ്റു ആയത് കാരണം അങ്ങോട്ട് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും.
27/9 ദാറ്റ് ഈസ് ഈക്വൽ 3 എന്ന് വരും. y മൈനസ് എക്സ് ഈക്വൽ 3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. നോക്കൂ, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമുക്ക് കിട്ടി. ഇനി അതിൽ നിന്നാണ് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താക്കുന്നു, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ ആഡ് ആക്കുന്നു. അതിന് ഇവിടെ ഫസ്റ്റ് എക്സ് ആണ് വന്നത്, പിന്നെയാണ് വൈ. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഫസ്റ്റ് എക്സിന് എഴുതുന്നു, എക്സിൻ്റെ കൂടെ മൈനസ് കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം മൈനസിന് എഴുതണം, മൈനസ് എക്സ്, വൈയുടെ സൈന് പ്ലസ് ആണ്, പ്ലസ് വൈ ഈക്വൽ 3. ഇതാണ് കേട്ടോ നമ്മുടെ ഇക്വേഷൻ 2. ഇനി അവരെ ആഡ് ആക്കാൻ പോവുകയാണ്. ഇക്വേഷൻ 1 എന്തായിരുന്നു, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ 11 ആയിരുന്നു, പ്ലസ് മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 3. ഇവർ ആഡ് ആക്കുമ്പോൾ എന്ത് കിട്ടും, 11ഉം 3ഉം ആഡ് ആക്കുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. വൈയും ആഡ് ആക്കുമ്പോൾ 2y എന്ന് കിട്ടും. എക്സ് പ്ലസ് മൈനസ് എക്സ് എന്താ വരിക, എക്സ് പ്ലസ് മൈനസ് എക്സ്. ഡിഫറൻറ്റ് സൈൻസിന് ആഡ് ആക്കാൻ വന്നാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് കട്ടായിട്ട് 0 ആവും. ഓക്കെ, അപ്പോൾ y എന്ത് വരും, 14. ഈ 2 നമ്മൾ എന്താക്കണം, അങ്ങോട്ട് പറഞ്ഞേക്കണം. ഇവിടെ 2 ഇൻറ്റു y ആയതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ബൈ 2 ആകും. സോ y ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടാൻ പുട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ കൊടുക്കുക. ഇക്വേഷൻ 1 എന്താ, എക്സ് പ്ലസ് വൈ സമം 11. അങ്ങനെയാണെങ്കിൽ നോക്കൂ, വൈയുടെ വാല്യൂ 7 ആണ്. എക്സ് പ്ലസ് 7 ഈക്വൽ 11, എക്സ് ഈക്വൽ 7. ഈ വൈനെ എന്താക്കുക, ഈക്വലിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ പ്ലസ് ഉള്ളത് മൈനസ് ആവും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ 11 7 പോയാൽ എത്ര വരും, എന്ത് വരും, 11 7 പോയാൽ നമുക്ക് 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ എക്സ് 4 ആണ്, വൈ 7 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് വൈനെ എങ്ങനെ എഴുതാം, നമ്മുടെ ഫസ്റ്റ് നമ്പർ എങ്ങനെ എഴുതാം, ഫസ്റ്റ് നമ്പർ നമുക്ക് എക്സ് 4ഉം വൈ 7ഉം 47. സെക്കൻഡ് നമ്പർ എങ്ങനെ എഴുതാം, 74. നമുക്ക് നോക്കാം, ഇവർ തമ്മിൽ ആഡാക്കുമ്പോൾ ഡിജിറ്റുകളെ തമ്മിൽ ആഡാക്കിയാൽ 11 കിട്ടും. അതുപോലെ 47ക്ക് 27 കൂട്ടി നോക്കാം, 4 1 5 6 7 74 കിട്ടുന്നുണ്ടല്ലോ. ഫസ്റ്റ് നമ്പറിനേക്കാൾ 27 കൂടുതലാണ് സെക്കൻഡ് നമ്പർ. സോ നമ്മുടെ ആൻസർ ഈസ് 47 and 74.